ളെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ സംഘടിത അധ്യാപക പ്രസ്ഥാനത്തിന് അതിൻ്റെ വളർച്ചയിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ അഭിനന്ദനത്തിന് പാലക്കാട് ജില്ലയിൽ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കണിച്ചേരി മാഷുടെ അനുസ്മരണ ദിനമാണിന്ന്. റഷീദ് കണിച്ചേരി മാഷെ ഞാൻ പരിചയപ്പെടുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ സജീവതകൾ. ഞങ്ങളെല്ലാം SFI പ്രവർത്തകരായിരുന്ന ഘട്ടത്തിൽ KSTAയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം നിറഞ്ഞു മിന്ന് പ്രവർത്തിച്ചിരുന്ന കാലമായിരുന്നു. വിദ്യാർത്ഥി അധ്യാപക ഐക്യത്തോടെയുള്ള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായും നിരവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹവുമായി ചേർന്ന് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. KSTA കേരളത്തിലെ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. കൊല്ലം ജില്ലയിൽ ജനിച്ച് അവിടെ നിന്ന് പിന്നീട് പാലക്കാടെത്തി അധ്യാപകനായി അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പാലക്കാടിൻ്റെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണം എന്നുള്ളത് ആരെയാണോ അനുസ്മരിക്കുന്നത് ആ സഖാവിനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ കേവലമായ വീണ്ടെടുക്കൽ മാത്രമല്ല, അനുസ്മരണം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയാണ്. അനുസ്മരണം രാഷ്ട്രീയ പ്രക്രിയയായി മാറുന്നത് അനുസ്മരിക്കപ്പെടുന്ന സഖാവ് എന്തിനു വേണ്ടിയാണോ ജീവിതം സമർപ്പിച്ചിരുന്നത് ആ ലക്ഷ്യം നേടുന്നതിന് ഇന്നിൻ്റെ സവിശേഷതകൾക്കനുസൃതമായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുവാൻ സന്നദ്ധമാകുമ്പോഴാണ് അനുസ്മരണം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയായി മാറുന്നത്. അദ്ദേഹം നേതൃത്വം നൽകിയ വിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആ കാലത്തിൻ്റെ അനുഭവവുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്നേക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അന്നത്തെ മുദ്രാവാക്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കുന്ന ചിത്രം കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദേശീയ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കം സംരക്ഷിക്കുന്നതിന് അമ്മത്തേക്കാളും എത്രയോ ശക്തമായ, എത്രയോ സംഘടിതമായ, എത്രയോ വിശാലമായ ഐക്യത്തോടു കൂടിയുള്ള പോരാട്ടങ്ങളെയും മുന്നേറ്റങ്ങളെയുമാണ് രാജ്യം ആവശ്യപ്പെടുന്നത് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസം എന്നുള്ളത് സാധാരണഗതിയിൽ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ഘട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണത്തിന് അധികാരമുള്ള വിഷയമായിരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റിൽ വന്നിരുന്ന വിഷയമായിരുന്നു. എന്നാൽ പിന്നീടത് അടിയന്തരാവസ്ഥ ഘട്ടത്തിലേക്ക് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഫലത്തിൽ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ അധികാരം ആ രൂപത്തിൽ കേന്ദ്രീകരിക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റി തീർത്തിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന ഉള്ളടക്കത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഫെഡറൽ ഘടനയ്ക്കകത്ത് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ കൺകറൻറ്റ് ലിസ്റ്റിനകത്തുള്ള വിഷയങ്ങളിൽ പോലും നയപരമായ നിയമപരമായ നിലപാടുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാവൂ എന്ന അടിസ്ഥാന കാഴ്ചപ്പാടിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിനുള്ള വകയിരുത്തൽ വർദ്ധിപ്പിക്കണം എന്നുള്ളത് എത്രയോ കാലമായി ആവശ്യപ്പെടുന്നതാണ്. കോത്താരി കമ്മീഷൻ്റെ കാലം മുതൽ തന്നെ ബജറ്റിൻ്റെ 10%, GDPയുടെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന ആവശ്യമുണ്ടായിരുന്നു. അത് ഈ നയത്തിനകത്ത് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? അത് ദേശീയ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 6%-ലേക്കുള്ള വകയിരുത്തൽ എന്നുള്ളത് ബജറ്റിൽ നിന്നാണോ കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ്റിൽ നിന്നാണോ എന്ന നിലയിലുള്ള ഒരു പരാമർശവും ഈ നയരേഖയ്ക്കകത്ത് കാണാൻ കഴിയില്ല. അപ്പോൾ സ്വകാര്യ മൂലധനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതാണ് പൂർണ്ണമായും വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന നിലയിലാണ് ഈ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിട്ടുള്ളത്. എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ ഈ സന്ദർഭത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തുന്ന ഘടനാപരമായ മാറ്റങ്ങൾ ഇപ്പോൾ 5 വർഷത്തെ കോഴ്സ് എന്ന രൂപത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റും മുതൽ ഡിപ്ലോമോ, ഡിഗ്രി,
പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം ഒരു വിദ്യാർത്ഥിക്ക് എടുക്കാം എന്ന ആകർഷകമായിട്ടുള്ള വ്യവസ്ഥകൾ ഈ നയത്തിനകത്ത് കാണാൻ കഴിയും. എന്നാൽ അതിൻ്റെ അർത്ഥം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, ദളിതർ, പിന്നോക്കക്കാർ, ദരിദ്രരായ ജനവിഭാഗങ്ങൾ ഇവരെല്ലാം ആദ്യ ഘട്ടങ്ങളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ധാരയിൽ നിന്ന് തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൻ്റെ വാതിൽ തുറന്നിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മതനിരപേക്ഷമായ ഉള്ളടക്കവും തകർക്കാൻ ഈ നയം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് മതനിരപേക്ഷത ഉള്ളതുകൊണ്ട് മാത്രമാണ്. വിവിധ ജാതി മതവിഭാഗങ്ങൾക്ക് തുല്യമായി ഇടപെടാൻ കഴിയുന്ന പരിസരം ഉണ്ടെങ്കിൽ മാത്രമാണ് ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അത് മതനിരപേക്ഷത കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. മതനിരപേക്ഷത മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പൗരന്മാരെന്ന നിലയിൽ തുല്യമായ അവകാശങ്ങളും കടമകളും മതനിരപേക്ഷ സമൂഹത്തിനകത്തുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ആ രൂപത്തിലല്ല പാർശ്വവൽക്കരിക്കപ്പെടുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 29, 30 അനുച്ഛേദങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനെ പ്രയോഗത്തിൽ ഇല്ലാതാക്കുകയാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം ചെയ്യുന്നത്. അപ്പോൾ കണിച്ചേരി മാഷുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടമെന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതമായ ഈ മൗലികമായ സ്വഭാവങ്ങളെയെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് പ്രധാനമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ സവിശേഷതകളിൽ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഏറെ ഉയർന്ന ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ വർഗീയ നയങ്ങൾക്കും ആഗോളവൽക്കരണ നയങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ ഉപകരണമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. സാധ്യമായ എല്ലാ രൂപങ്ങളെയും അവലംബിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ കേന്ദ്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നിയമപരമായി തന്നെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ പ്രക്ഷോഭരംഗത്തേക്ക് ഇറങ്ങുന്നു. രാജ്യവും ലോകവുമാകെ ശ്രദ്ധിക്കുന്ന രൂപത്തിൽ മോദി ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാ വിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ, ഫെഡറൽ വിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏക ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ് എന്നുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണ തുടർച്ച ഉറപ്പുവരുത്തുകയുമുള്ളത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമായി ചുരുങ്ങുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൽ കേരളത്തിൽ ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സഹായകരമാണ്. നിലവിലുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള ബദൽ പ്രയോഗത്തിൻ്റെ പരമാവധി സാധ്യതകൾക്കാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു ഗവൺമെൻറ് വ്യത്യസ്തമാകുന്നത് ആർക്ക് വേണ്ടി നയം രൂപീകരിക്കുന്നു, ആർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസത്തെ ശക്തമാക്കുന്നതിനുള്ള ലോകത്തിന് തന്നെ പുതിയ അനുഭവത്തെ പ്രദാനം ചെയ്യുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല പ്രായോഗികമാക്കിയിരിക്കുന്നു. ഹൈടെക് ക്ലാസ് റൂമുകൾ, അത്യാധുനിക പശ്ചാത്തല സൗകര്യമുള്ള ക്ലാസ് മുറികൾ ഇന്ന് കേരളത്തിനകത്തുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ കുട്ടികൾ ക്ലാസ് മുറിക്കകത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ ലോകമാകെ നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് സാങ്കേതികവിദ്യയെ ഉപയോഗിക്കാൻ കേരളത്തിന് കഴിയുന്നുമുള്ളതാണ്. പല രാജ്യങ്ങളും സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് പ്രാപ്യമാകുന്ന ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം എത്തുന്ന രൂപത്തിലാണ്. എന്നാൽ കേരളത്തിൻ്റെ പ്രത്യേകത ടെലിവിഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലെ പഠനം നടക്കുമ്പോൾ എല്ലാ വീട്ടിലേക്കും ഈ സൗകര്യം എത്തിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ടെലിവിഷനും ഫോണും ഇല്ലാത്ത 2 ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ആ എല്ലാ വീടുകളിലേക്കും ഗവൺമെൻറ് മുൻകൈയോടുകൂടി പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, പല സംഘടനകൾ വലിയ രൂപത്തിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ സൗകര്യം എല്ലായിടത്തും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റെല്ലായിടത്തും കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടുന്നു. ഒരു 0 അക്കാഡമിക് ഇയറായി പരിഗണിച്ചുകൊണ്ട് എഴുതിത്തള്ളണം എന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ പൂർണ്ണമായും പാഠ്യപദ്ധതി അതേ രൂപത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഓൺലൈൻ്റെ പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിന് സാധ്യമാകുന്നു എന്നത് ഏറ്റവും തിളക്കമേറിയ ഒരു അനുഭവമാണ്. അതോടൊപ്പം കുട്ടികൾ ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോൾ ഹൈടെക് ക്ലാസ് മുറികളായി
പുതിയ സാങ്കേതിക വിദ്യയുടെ വിപുലമായ സാധ്യതകൾ സാധാരണ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് കൂടി സഹായകരമാകുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിരിക്കുന്നു. വലിയ രൂപത്തിലുള്ള മുതൽ മുടക്കോടുകൂടി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കാൻ കണിച്ചേരി മാഷെല്ലാം ആ കാലഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ട മുദ്രാവാക്യം ഈ ഗവൺമെൻറ് പ്രായോഗികമാക്കിയിരിക്കുന്നുമുള്ളതാണ്. പൊതു ആരോഗ്യ സംവിധാനം ഈ കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിന് മുൻപിലും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കോവിഡ് വ്യാപനത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉത്കണ്ഠകളുണ്ടെങ്കിലും മരണനിരക്ക് പിടിച്ചു നിർത്തുന്നതിലും രോഗബാധിതരായ എല്ലാവർക്കും സൗജന്യമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിലും ഈ ഗവൺമെൻറ്റിന് കഴിയുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ സവിശേഷമായ മാതൃകയുടെ തിളക്കമേറിയ ഒരേടാണ്. കേരളത്തിൽ രോഗികൾക്കെല്ലാം പരിശോധന മുതൽ ചികിത്സ വരെ സൗജന്യമാണ് എന്ന് മാത്രമല്ല, കിടക്കുന്ന രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണം, സൗകര്യങ്ങൾ എല്ലാം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നു. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ കോവിഡ് ബാധിതരായ ആളുകൾ ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടി വരുമ്പോഴാണ് കേരളം വ്യത്യസ്തമായി എല്ലാവർക്കും, സമ്പത്തുള്ളവർക്ക് ഇല്ലാത്തവർക്ക് പൂർണ്ണമായും ചികിത്സ സൗജന്യമായി ഒരുക്കി ആ രൂപത്തിൽ മുന്നേറ്റം കൈവരിച്ചിട്ടുള്ളത്. ഇനി പൊതുസമൂഹത്തിൻ്റെ കൂടി ശ്രദ്ധയോടുകൂടി ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തിയ ശ്രമങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. അവരേക്ക് ഞാൻ പുറകെ വരാം. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മികവാണ് ഒരാൾ പോലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പട്ടിണി കിടക്കുന്നില്ല എന്നുറപ്പ് വരുത്തുന്നത്. ഇടതുപക്ഷത്തെ, മുഖ്യമന്ത്രിയെ ഒക്കെ ശക്തമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന പലരും റേഷൻ കടകളിൽ പോയി അരിയും ഭക്ഷ്യക്കിറ്റും സൗജന്യമായി വാങ്ങി ഒരു നേരം പോലും പട്ടിണി കിടക്കാതെ ജീവിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത അനുഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ റേഷൻ കട എവിടെയാണെന്ന് അന്വേഷിക്കാതിരുന്ന ആളുകളുണ്ട്, അന്വേഷിക്കേണ്ട ആവശ്യമില്ലാതിരുന്ന ആളുകളുണ്ട്. എന്നാൽ ഇടത്തരക്കാർ, ഉയർന്ന ഇടത്തരക്കാർ അവരെല്ലാവരും റേഷൻ കടയിൽ പോകുന്നു, അരി വാങ്ങിക്കുന്നു, ഭക്ഷ്യക്കിറ്റ് വാങ്ങിക്കുന്നു. അരിയെക്കുറിച്ചും ഭക്ഷ്യക്കിറ്റിനെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവർ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു. ഏതെങ്കിലും പപ്പടത്തിനകത്ത് ഒന്ന് കുറഞ്ഞോ എന്ന രൂപത്തിൽ ദോഷൈക ദൃക്കുകളുടെ അത്തരം പ്രവർത്തനമല്ല. ഈ അനുഭവം ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് പ്രധാനപ്പെട്ടതാണ്. ലോകത്തൊരിടത്തുമില്ലാത്തതാണ് സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകന് ആ കൃഷിഭൂമിയിലെ റോയൽറ്റി നൽകുന്നതുമുള്ളത്. കർഷകൻ അവൻ്റെ ഭൂമിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ കൃഷി ചെയ്യുന്ന കർഷകൻ അവിടെ നിലമൊരുക്കി വെള്ളം കെട്ടിമുറുത്തുന്നത് വഴി ആ പ്രദേശത്താകെയുള്ള ഭൂഗർഭ ജല ഉറവകളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ സേവനമാണ്. ഇന്നേക്ക് മാത്രമല്ല, ഭാവി തലമുറയ്ക്കും ലോകത്തിനും കർഷകൻ നൽകുന്നത്. അതാണ് കേരളത്തിൽ പിണറായി സർക്കാർ അവൻ അംഗീകരിച്ചുകൊണ്ട് കർഷകർക്ക് റോയൽറ്റി നൽകുകയാണ്. ഇപ്പോൾ കർഷകർക്ക് ക്ഷേമനിധി ബോർഡ് വന്നിരിക്കുന്നു. കർഷകന് ഏറ്റവും ഉയർന്ന നിലയിൽ താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് നെല്ല് സംഭരിക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത രൂപത്തിൽ 16 പച്ചക്കറികൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചിരിക്കുന്നു. നോക്കണം, കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും കർഷകൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന താങ്ങുവിലകൾ ഇല്ലാതാക്കാൻ നോക്കുമ്പോഴാണ് കേരളത്തിലെ ഗവൺമെൻറ് മികച്ച രീതിയിൽ നെൽകർഷകർ മാത്രമല്ല പച്ചക്കറി കർഷകർക്ക് കൂടി ഈ രൂപത്തിലുള്ള താങ്ങുവിലയുടെ ആനുകൂല്യം ഉറപ്പുവരുത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് എല്ലായിടത്തും തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ 50,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന, അതിനാവശ്യമായ മൂർത്തമായ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങളല്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവർ ബോധപൂർവം ഗവൺമെൻറ്റിനെയും മുന്നണിയെയും ജനങ്ങളുടെ മുൻപിൽ അവമതിപ്പുള്ളതാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മിക്കവാറും ആളുകൾ ഇപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത്, പിന്നീട് ലൈഫ്, പിന്നെ ഖുറാൻ, പിന്നെ ഈന്തപ്പഴം, ഇങ്ങനെ നിരന്തരം ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ നുണകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഹൈക്കോടതി ലൈഫ് മിഷൻ്റെ കേസിനകത്ത് സ്റ്റേ നൽകുകയുണ്ടായി. മാധ്യമങ്ങളാകെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കോടതി അസന്നിഗ്ധമായി പറഞ്ഞു, തർക്കമറ്റ കാര്യമാണ്, ലൈഫ് മിഷൻ ഒരു വിദേശ പണം പോലും പറ്റിയിട്ടില്ല. ഇത്രയും ദിവസം ആരോപിച്ചിരുന്ന ആളുകൾ ഇതിന് മാപ്പ് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി പറയുകയുണ്ടായി, ലൈഫ് മിഷൻ എന്നുള്ളത് ഈ നിയമത്തിൻ്റെ പരിധിക്കകത്ത് വരുമില്ല. അവർ നിയമത്തിന് വിരുദ്ധമായ രൂപത്തിൽ സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ടില്ല. വിദേശ സഹായം സ്വീകരിക്കാൻ നിരോധിതമായപ്പെട്ട വ്യക്തികളുടെയോ സംഘടനകളുടെയോ പട്ടികയ്ക്കകത്ത് ലൈഫ് മിഷൻ വരുമില്ല എന്ന് ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു. അപ്പോൾ അത്രമാത്രം
തെറ്റായ രൂപത്തിൽ CBIയെ ഉപയോഗിക്കാൻ, രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്, BJP നടത്തിയിട്ടുള്ളത്. BJPയും കോൺഗ്രസും ലീഗും ചേർന്നൊരു കൂട്ടുകെട്ടാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിനോടൊപ്പം നിൽക്കാൻ മാധ്യമങ്ങളിൽ നല്ലൊരു പങ്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലീഗാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ലീഗ് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായും STPയുമായും ധാരണയുണ്ടാക്കുന്നു. ഇപ്പോഴത് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ BJPയുമായി ധാരണയുണ്ടാക്കുന്നു. അപ്പോൾ ഈ ലീഗ് സഖ്യം എന്നുള്ളത് മാധ്യമങ്ങളുമായി ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധതയുടെ പ്രചാരവേലയ്ക്ക് നേതൃത്വം നൽകാൻ ശ്രമിക്കുകയും ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഗുണപരമായ കാര്യങ്ങൾ പൊതുശ്രദ്ധയിലേക്ക് വരാതിരിക്കുന്നതിന് ബോധപൂർവമായി ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നത് അവരിലേക്ക് എത്തിക്കാൻ കഴിയണം. നുണപ്രചാരവേലകൾ എന്തൊക്കെയാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രം ഒന്നാമത്തെ പേജിനകത്ത് പ്രധാനപ്പെട്ട ലീഡ് വാർത്ത നൽകിയത് സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെ. ആധികാരികമായിട്ട് പത്രം പ്രഖ്യാപിക്കുകയാണ്. പ്രതിയായ സ്വപ്ന EDക്ക് നൽകിയതായി പത്രങ്ങളിൽ വന്നൊരു മൊഴി. ആ മൊഴിയിൽ പറയുന്നു, ജോലി ശരിയാക്കുന്ന കാര്യം മുഖ്യമന്ത്രിയോട് സംസാരിക്കാമെന്ന് ശിവശങ്കരൻ പറഞ്ഞതായി സ്വപ്ന പറയുകയാണ്. അതാണ് ശിവശങ്കരൻ പറയുന്നോ സ്വപ്ന പറയുന്നോ അല്ലെങ്കിൽ ശിവശങ്കരനോട് പറയുന്നു, ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ പത്രം ആധികാരികമായി പറയുകയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. നോക്കൂ, വേറൊരു തരത്തിൽ പറയുന്നു, സ്വപ്ന 6 തവണ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, കോൺസുലേറ്റ് ജനറലും കൂടെ ഉണ്ടായിരുന്നു. എന്തൊരു അസാധാരണമായ പ്രയോഗമാണ്. കോൺസുലേറ്റ് ജനറൽ കാണുമ്പോൾ അന്നത്തെ കോൺസുലേറ്റ് ജനറലിൻ്റെ അന്നത്തെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്ന ഈ വനിത, ഇപ്പോൾ കേസിൽ പ്രതിയായയാൾ കോൺസുലേറ്റ് ജനറൽ അനുഗമിക്കുകയാണ്. കോൺസുലേറ്റ് ജനറൽ മുഖ്യമന്ത്രിയെ കാണുന്ന ഔദ്യോഗികമായി കാണുന്നു, അനൗദ്യോഗികമായും കാണാം. അത്താഴ വിരുന്നുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം. അത്തരം കാര്യങ്ങളെല്ലാം ദുബായ് പോലെയുള്ള കേരളത്തിലെ മലയാളി സമൂഹത്തിൽ ഏറ്റവും അധികം ആളുകൾ ജീവിതത്തിന് വേണ്ടി ആശ്രയിക്കുന്ന രാജ്യമാണ്. ആ രാജ്യവുമായി മികച്ച ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കൂടിക്കാഴ്ചകളുണ്ടാകും, സ്വാഭാവികമാണ്. അങ്ങനെ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതിന് സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മാധ്യമങ്ങൾ എഴുതുന്നു. 2017 ഈ ഒരു കോൺസുലേറ്റ് ജനറൽ കണ്ടിരുന്നു എന്നതിനാണ് ഈ രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നുണനിർമ്മാണ ഫാക്ടറികളായി മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കുഴലൂത്തിന് വേണ്ടിയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അനുസ്മരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ വളരെ ഗൗരവമായ ചുമതലകളാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുള്ളത്. ഗവൺമെൻറ് ചെയ്യുന്ന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഈ നുണപ്രചാര വേലകളെ തുറന്നു കാണിക്കണം. കോൺഗ്രസും BJPയും ലീഗും ചേർന്നുകൊണ്ട് ശ്രമിക്കുന്നത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന ഉള്ളടക്കത്തെ ദുർബലമാക്കാനാണ്. BJP ശ്രമിക്കുന്നത് CPIഎമ്മിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതാണ് അവരുടെ ദീർഘലക്ഷ്യമെന്നുള്ളത്. കോൺഗ്രസിന് അടിയന്തരമായി അധികാരത്തിൽ എങ്ങനെയെങ്കിലും വരണമെന്ന ഹ്രസ്വകാല ലക്ഷ്യമാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസ് BJP ആകാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഖുഷ്ബു വക്താവ് അവർ പോലും BJPയിലേക്ക് പോയി. അതുകൊണ്ട് കോൺഗ്രസ് ജയിച്ചാലും തൽക്കാലം കുഴപ്പമില്ല എന്ന് BJP കരുതുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ കോൺഗ്രസിനെ BJPയാക്കി മാറ്റാൻ കഴിയും. അതാണ് അവർ ശ്രമിക്കുന്നത്. കോൺഗ്രസ് അവന് വേണ്ടിയാണ് നിൽക്കുന്നത്. കോൺഗ്രസ് BJPയുമായി ചേരുന്നു, ലീഗ് BJPയുമായി ചേരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ ലോകമാകെ കണ്ട തെളിവുകൾ ഉള്ളപ്പോഴും ഒരു കോടതി, അതേപോലെ CBIയും പ്രതികൾക്ക് രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ അവസരം ഒരുക്കിക്കഴിഞ്ഞ സന്ദർഭത്തിൽ അവനെ ശക്തമായി അപലപിക്കാൻ ഈ 2 പാർട്ടികളും തയ്യാറായില്ല എന്ന് കാണണം. വർഗീയതയുമായി സന്ധി ചെയ്തുകൊണ്ടാണ് ഇരു പാർട്ടികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാൻ കഴിയണം. അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തെളിമ ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന ശക്തികളുടെ മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ള കരുത്തോടുകൂടി സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആ ഉത്തരവാദിത്വം ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്. കണിച്ചേരി മാഷുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.